എപ്പോഴും LP UP ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റാണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്മെൻറ്റിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് പണിഷ്മെൻറ്റ്, അതായത് ശിക്ഷ, പ്രബലനവും ശിക്ഷയും. ഈ രണ്ട് കൺസെപ്റ്റുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ബിഹേവിയറിസ്റ്റാണ് ബെർഹസ് ഫെഡറിക് സ്കിന്നർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്. സോ അദ്ദേഹത്തിൻ്റെ പ്രബലനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, ധനപ്രബലനവുമുണ്ട്, ഋണപ്രബലനവുമുണ്ട്. സോ പ്രബലനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിരം കൺഫ്യൂഷനാണ്. നമ്മൾ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഈ പ്രബലനവും ശിക്ഷയും, ധനപ്രബലനവും ഋണപ്രബലനവും പോസിറ്റീവ് ശിക്ഷയും നെഗറ്റീവ് ശിക്ഷയും നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ് സിമ്പിളായിട്ട്. ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ പ്രബലനം എന്ന് പറയുന്ന ഒരു വാക്ക്, പ്രബലനം എന്ന് പറയുന്ന ഒരു വാക്ക് എടുക്കുക. പ്രബലനം, ഞാൻ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു പ്രവൃത്തിയെ ബലപ്പെടുത്തുന്ന ഒന്ന്, ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ ബലപ്പെടുത്താൻ, ഏതെങ്കിലും ഒരു കാര്യത്തെ ബലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് എന്ത് തന്നെയാണെങ്കിലും അതിനെ നമുക്ക് പ്രബലനം എന്ന് പറയാം, ഇംഗ്ലീഷിൽ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയാം. ഈ കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് മറ്റാരുമല്ല, BF സ്കിന്നർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. സോ അതിൽ പ്രബലനം, ഈ പ്രബലനം എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഏതൊരു പ്രവൃത്തിയെയും ബലപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് പ്രബലനം, ഏതൊരു പ്രവൃത്തിയെയും സ്ട്രെങ്തൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പ്രബലനം എന്ന് പറയുന്നത്. നമുക്ക് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന് സമ്മാനമോ പ്രശംസയോ നൽകി ആ നല്ല ശീലം വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയാണ് ധനപ്രബലനം അഥവാ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യത്തെ ആഡ് ചെയ്യുന്നു, അഡിഷൻ ചെയ്യുന്നു. അതായത് ഒരു കുട്ടി ഒരു വീടിനകത്തേക്ക് കയറി വന്നപ്പോൾ ആ കുട്ടി ചെരുപ്പ് പുറത്തിറങ്ങിയിട്ടിട്ട് അകത്തേക്ക് കയറി വന്നു. ഇത് കണ്ട ആ കുട്ടിയുടെ പേരൻസ് പറയാണ്, മോൻ നല്ല സ്വഭാവമാണ് കാണിച്ചതെന്ന് പറഞ്ഞു. അവിടെ ഒരു പ്രശംസയാണ്. ഒരു ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടി ഉത്തരം വിളിച്ചു പറയുമ്പോൾ അധ്യാപകൻ ആ കുട്ടിക്ക് ഒരു ക്ലാപ്പ് കൊടുക്കാൻ പറയുന്നത് ഒരു പ്രശംസയാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ഒരു കുട്ടിക്ക് ഒരു പേന സമ്മാനമായ ഒരു അധ്യാപകൻ കൊടുക്കുന്ന ഒരു പ്രശംസയാണ്. ഇതെല്ലാം പുതുതായിട്ടുള്ള സന്തോഷമുള്ള ഒരു കാര്യം ആഡ് ചെയ്യുകയാണ്, കൊടുക്കുകയാണ്. അതിനെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന് സമ്മാനമോ പ്രശംസയോ നൽകി ആ നല്ല ശീലം വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയാണ് ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു നല്ല കാര്യം കൂട്ടിച്ചേർത്തിരിക്കുന്നു, അതിനെയാണ് ധനപ്രബലനം, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണ്, കുട്ടി ഹോംവർക്ക് കൃത്യമായി ചെയ്താൽ അമ്മ അവന് ഇഷ്ടമുള്ള മിഠായി കൊടുക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അല്പം സമയം കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവന് സന്തോഷമുള്ള ഒരു കാര്യം കൊടുക്കുകയല്ലേ. ഇനി ഇതിൻ്റെ പരിണിത ഫലം എന്താ? മിഠായിയോ ഫോണോ കിട്ടാൻ വേണ്ടി കുട്ടി അടുത്ത ദിവസങ്ങളിലും ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ ഹോംവർക്ക് എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തെ കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടിയാണ് എന്ത് കൊടുത്തത്? നമ്മൾ ഇവിടെ ഈ പറയുന്ന ഒരു കാര്യം കൊടുത്തത്. അതുകൊണ്ടാണ് അതിനെ ധനപ്രബലനം എന്ന് പറയുന്നത്. ഇനി ഋണപ്രബലനം, ഋണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്നാണ്. എന്താണ് ഋണപ്രബലനം? നമുക്ക് അലോസരമുണ്ടാക്കുന്ന, അതായത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടി, അലോസരമുണ്ടാക്കുന്ന ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടി ഒരു നല്ല കാര്യം ശീലമാക്കുന്ന രീതിയാണ് ഋണപ്രബലനം എന്ന് പറയുന്നത്. ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടി ഒരു നല്ല കാര്യം ശീലമാക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ ശിക്ഷ നൽകുകയല്ല, മറിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളൊരു നല്ല കാര്യം ചെയ്യുകയാണ്. ക്ലാസ്സിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടികളെടുത്ത് പറയുകയാണ്, ക്ലാസ്സിൽ ബഹളം വെച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് പറയുകയാണ്, നിങ്ങൾ ബഹളം വെക്കുകയാണെങ്കിൽ അടുത്ത പീരീഡ് നിങ്ങളെ ഡ്രില്ല് വിടത്തില്ല. മനസ്സിലായല്ലോ? അപ്പോൾ സ്വാഭാവികമായും ബഹളം വെക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ മാറ്റിയിട്ട് കുട്ടികൾക്ക് സന്തോഷകരമായ ഒരു കാര്യം കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ പോകുന്നത്. സോ ഒരു ഉദാഹരണം നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. കാറിൽ കയറി വണ്ടി എടുക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ കാറിലെ അലാറം സ്വിച്ച് അടിച്ചുകൊണ്ടേയിരിക്കും, ടു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്നത് അല്ലേ? അതൊരു അലോസരപ്പെടുത്തുന്ന ശബ്ദം തന്നെയല്ലേ? സോ എന്നാൽ സീറ്റ് ബെൽറ്റ് ഇടുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആ അലോസര ശബ്ദം ഇല്ലാതായി. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുക എന്ന് പറയുന്ന നല്ലൊരു പ്രവൃത്തിയെ കുറച്ചുകൂടി ബലപ്പെടുത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ആ ശബ്ദം ഒഴിവാക്കുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ട് കാറിൽ കയറുന്ന ഒരാൾ ആ ശബ്ദം ഒഴിവാക്കാൻ വേണ്ടി സീറ്റ് ബെൽറ്റ് ഇടും. ആ സീറ്റ് ബെൽറ്റ് ഇടുക ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അലോസരപ്പെടുത്തുന്ന ശബ്ദം ഒഴിവാക്കാൻ വേണ്ടിയാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത്. സീറ്റ് ബെൽറ്റ് ഇടുന്നത് നല്ലൊരു പ്രവൃത്തിയാണ്. അപ്പോൾ അത് അലോസരപ്പെടുന്ന ശബ്ദം ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടും പ്രവൃത്തിയെ ബലപ്പെടുത്തുന്നതാണ്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ധനപ്രബലനമാണെങ്കിലും ഋണപ്രബലനമാണെങ്കിലും. ഇതാ ഫലം എന്താ? ആ അലോസരപ്പെടുത്തുന്ന ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കാറിൽ കയറുമ്പോൾ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ ശീലിക്കുന്നു. ഇതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒരു പ്രവൃത്തിയെ ശക്തിപ്പെടുത്തുകയാണ്. പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കാര്യം കൊടുക്കുകയാണ്. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യത്തെ നീക്കം ചെയ്യുകയാണ്. ഇനി പോസിറ്റീവ് പണിഷ്മെന്റിലേക്ക് പോവുകയാണ്, ശിക്ഷയിലേക്ക് പോവുകയാണ്. ഒരു കുട്ടി മൊബൈലിൽ കളിച്ച് പഠിക്കാതിരിക്കുമ്പോൾ അമ്മ കുട്ടിയെ വഴക്ക് പറയുകയോ ശാസിക്കുകയോ ചെയ്യുന്നു. അടി കൊടുക്കുകയോ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ താമസിച്ചു വരുന്ന ഒരു കുട്ടിയെ ക്ലാസ്സിന് പുറത്ത് നിർത്തുന്നു. അതൊരു പോസിറ്റീവ് ശിക്ഷയാണ് എന്നുള്ള കാര്യം നോക്കുക. ഇനി നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് കുട്ടി അനുസരണക്കേട് കാണിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കാണാൻ അനുവദിക്കുന്നില്ല. അതായത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നു? അവനിൽ നിന്നും മാറ്റി നിർത്തുന്നു. അതാണ് നെഗറ്റീവ് ശിക്ഷ എന്ന് പറയുന്നത്. ഇനി ജീവിതത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവ് പണിഷ്മെന്റും നെഗറ്റീവ് പണിഷ്മെന്റും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും തെറ്റാൻ പാടില്ല, തെറ്റില്ല. ഇതുപോലെ കൺഫ്യൂഷനിങ് ഉള്ള നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പ്രശ്നമായിട്ടുള്ള ടോപ്പിക് ഉണ്ട് എങ്കിൽ ആ ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. See you.